പരിശുദ്ധമായ റജബ് മാസമാണ്. ഇവിടെ ശ്രദ്ധിക്കണേ, നല്ലതുപോലെ ശ്രദ്ധിക്കും. ഈ റജബ് മാസത്തിൻ്റെതാകുന്ന അവസാന വാരത്തിലാണ്, റജബ് 27 രാവിലാണ് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ തിരുഹളറത്തിലേക്ക് കൊണ്ടുപോയി നിസ്കാരം എന്ന മഹനീയമായ കർമ്മത്തെ പ്രവാചകന്റെ തൃക്കരം നൽകി ആ സമ്മാനം നൽകിയിട്ട് നമ്മളിലേക്ക് തിരിച്ചുവിട്ടത് അത് ഈ പരിശുദ്ധമായ മാസമാണ്. അൽഹംദുലില്ലാഹ്. അതുകൊണ്ട് തന്നെ നിസ്കാരത്തിന്റെ വാർഷികം കഴിക്കുന്ന ഒരു മാസം കൂടിയാണ് ഈ മാസം. പ്രത്യേകമായി ശ്രദ്ധിക്കണം. നിസ്കാരത്തിൽ വന്ന അപാകതകൾ ശ്രദ്ധിക്കേണ്ട ഒരു സമയം. സഹോദരിമാർ ശ്രദ്ധിക്കൻ. നിസ്കാരത്തിൽ വന്നതാകുന്ന പോരായ്മകളെ ശ്രദ്ധിച്ച് പരിഹരിക്കേണ്ട ഒരു സമയം. കഴിഞ്ഞ ഒരു വർഷം മുതലേക്ക് ഇതുവരെ ഏതെല്ലാം നമസ്കാരങ്ങൾ ഖളായിട്ടുണ്ട് അതൊക്കെ ശ്രദ്ധീകരിച്ച് റമളാനിന് മുമ്പ് ഒരുങ്ങി തയ്യാറാകേണ്ട ഒരു സമയം കൂടിയാണ്. റജബ് എന്ന വാക്ക് തർജീബ് എന്നതിൽ നിന്നാണ് പിടിക്കപ്പെട്ടത്. അതിന്റെ മൂലപദം തർജീബ് എന്നാണ്. തർജീബിന് തഅലീം, ബഹുവചനം, ബഹുമാനം എന്നർത്ഥമുള്ളതുപോലെ തന്നെ മറ്റൊരർത്ഥം കൂടിയുണ്ട്, ഒരുങ്ങി തയ്യാറാവുക എന്നുകൂടി അർത്ഥമുണ്ട്. ഒരുങ്ങി തയ്യാറാവുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. എങ്ങനെ? നിസ്കാരം കറക്റ്റാക്കുക, കഴിഞ്ഞ റമളാനിൽ വിട്ടുപോയിട്ടുള്ളതാകുന്ന നോമ്പുകളൊക്കെ ഈ റമളാനിന് മുമ്പായിട്ട് പിടിച്ചു വീട്ടുക. ചിലപ്പോൾ അശുദ്ധിയുടെ ഘട്ടത്തിലൊക്കെ ചില നിസ്കാരങ്ങൾ പോയിട്ടുണ്ടാവും, അതൊക്കെ പരിപൂർണമായി ശ്രദ്ധിക്കുക. നിസ്കാരങ്ങൾ പോയിട്ടുണ്ടാകും, നിസ്കാരമല്ല നോമ്പ് പോയിട്ടുണ്ടാവും, അശുദ്ധിയുടെ ഘട്ടത്തിൽ നമ്മൾ പിടിക്കാൻ പറ്റാതായിട്ടുള്ള നോമ്പുകൾ ഉണ്ടാവും, റമളാനിലെ നിർബന്ധമായ നോമ്പ്, അതൊക്കെ നിർബന്ധമായും എത്രയും പെട്ടെന്ന് പിടിച്ചു വിട്ടുക. 6 നോമ്പ് 7 നോമ്പൊക്കെ ചിലപ്പോൾ ഉണ്ടാവും, അത് ശ്രദ്ധിക്കുക. അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയായതിന് ശേഷമുള്ളതാകുന്ന നോമ്പുകൾ തന്നെ പലപ്പോഴും പല സഹോദരിമാർക്ക് വിട്ടുപോയിട്ടുണ്ടാവും. അങ്ങനെയുണ്ട്. അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയായി. എന്നാൽ ഇപ്പോൾ ഒന്ന് ഉദാഹരണത്തിന് ഇന്ന് ളുഹറിന് ശേഷം കുളിച്ചു, ഉദാഹരണം പറയാൻ, ഒരു സഹോദരി കുളിച്ച് റെഡിയായി, അശുദ്ധിയുടെ ഘട്ടാൻ, സാധാരണ ഇതിലുള്ള കുളിച്ചു. കുളിയെല്ലാം കഴിഞ്ഞ് ഇങ്ങോട്ട് വന്ന് ഒരു അരമണിക്കൂർ കഴിഞ്ഞില്ല, അസറിന് മുമ്പായിട്ട് എന്തായി? അശുദ്ധി മാറി ശുദ്ധിയായിട്ടുണ്ട്. ഇനി ഒരു കുളി കൂടെ കുളിക്കാൻ പറ്റൂല. ഇപ്പൊ ശബറിന്റെ അടി അരമണിക്കൂർ നിന്നിട്ട് വന്നയാണ്, ഇനിയിപ്പോ നാളെ നോക്കാം. പറ്റൂല. ഓൺ ദ സ്പോട്ടിൽ എന്ത് ചെയ്യണം? നിസ്കരിക്കൽ നിർബന്ധമാണ്. തൊട്ടു മുമ്പുള്ള നിസ്കാരം കൂടി മടക്കണമെന്നാണ് ഷാഫി മദ്ഹബിലെ പ്രബല അഭിപ്രായം. അഥവാ ളുഹർ കൂടി മടക്കൽ നിർബന്ധമാണ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ഇതൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല. അസറിന് മുമ്പ് ശുദ്ധിയായതാണ്. അസർ നിസ്കരിക്കാനുള്ള ഒരു സമയം കൂടി അവക്കുണ്ട് എങ്കിൽ എന്തുകൂടി നിസ്കരിക്കണം? ളുഹർ കൂടി ഖളാ വീട്ടി നിസ്കരിക്കണം. അതാണ് പ്രബലമായ അഭിപ്രായം. നമ്മളിൽ എത്ര സഹോദരിമാരത് ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് ഓരോ ഉമ്മമാരും ചിന്തിക്കേണ്ട വിഷയമാണ്. നമ്മളെന്താ നിസ്കരിക്കുക? ഇനിയിപ്പോ കുളിച്ചിട്ട് വരുമ്പോഴത്തേക്ക് ഏതായി അസർ ബാങ്ക് വിളിച്ചു, എന്നാൽ പിന്നെ അസർ നിസ്കരിക്കുക. അങ്ങനെയല്ല, ശുദ്ധിയായ ഘട്ടത്തിലുള്ളതാകുന്ന ആ വഖ്തുകൂടി പരിഗണിക്കണമെന്നാണ്. അള്ളാഹു നമ്മളെ സാലിഹീങ്ങളെ ചെറുക്കുമാറാവട്ടെ. വളരെയേറെ ശ്രദ്ധിക്കണം. സഹോദരിമാരിതൊന്നും ശ്രദ്ധിക്കാറില്ല. അതുകൊണ്ടാണ് പരിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല റിസ്ഖ് പറയുന്ന സ്ഥലത്ത് അള്ളാഹു പറയുന്നുണ്ട്, നിങ്ങൾക്ക് നാം റിസ്ഖ് നൽകാം, നിങ്ങൾ 5 വഖത്ത് നിസ്കാരം ഉറപ്പുറ നിർവഹിച്ചാൽ മതി. അള്ളാഹു പറയാണ്. റിസ്ഖ് എന്ന് പറഞ്ഞാൽ കേവലം കുഴിമന്തി മാത്രമല്ല. പിന്നെന്താ? തഴവായിലാണ് ഏറ്റവും കൂടുതൽ ഹോട്ടലുള്ളത്, അല്ലേ? നമ്മളിങ്ങനെ തെക്ക് വടക്ക് ഇവിടുന്ന് പടിഞ്ഞാറെ ഒന്ന് കിഴക്ക് വരെ ഒന്ന് എണ്ണിയാൽ 10-30 ഹോട്ടലുണ്ട്, അല്ലേ? ശരിയല്ലേ? ആണ്. ചെറിയ ചെറിയ കടകളായിട്ട് ഇഷ്ടം പോലെ 10-25 കടകൾ എന്തായാലും ഉണ്ടാവും. അത് ഇന്നല്ല, പണ്ട് മുതലേ അങ്ങനെ തന്നെയാണ്. അള്ളാഹു ബറക്കത്ത് ചൊരിയുമാറാവട്ടെ. പണ്ട് ഞാനിവിടെ 8, 9, 10 3 വർഷമാണ് ഇവിടെ ഓതി പഠിച്ചത്. ഉപ്പാടടുത്ത് ബഹുമാന്യനായ എൻ്റെ സാരി ഉസ്താദിന്റെ അടുത്ത്. അള്ളാഹു ഒരു കാഫിയത്തുള്ള ദീർഘായുസ്സിന്റെ നസീബാക്കട്ടെ. നമ്മുടെ തഴവ കുറ്റിപ്പുറം പള്ളിയിൽ. അപ്പൊ അന്നിങ്ങനെ സൈക്കിള് ഇങ്ങനെ ചീറിപ്പായുന്നവരോടാണ്. അതുകൊണ്ട് എല്ലാവരും അറിയാം, ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും മുഖം അറിയാം. അള്ളാഹുർക്കൊക്കെ ബറക്കത്ത് ചൊരിയുമാറാവട്ടെ. ഭക്ഷണം കഴിക്കാൻ പോകുന്ന വഴിയും ഇതൊക്കെ ഇതിന് തന്നെയല്ലേ മൊത്തം. ഈ ഭാഗത്തൂടെയാണ് സ്ഥിരമായ യാത്ര ചെയ്യുന്നത്. നമ്മുടെ കസൂർ മൊക്കും ഈ വഴി കൂടെ ഒക്കെ പോകാത്ത ഏത് സൈക്കിളാണ് ഉള്ളത്? അള്ളാഹു ബറക്കത്ത് ചൊരിയുമാറാവട്ടെ. അതുകൊണ്ട് തന്നെ ഈ വഴിയെല്ലാം അറിയാം. 3 വർഷം ഇവിടെ തന്നെയായിരുന്നു. 8, 9, 10 10ാം ക്ലാസ് ഒക്കെ ആണല്ലോ മെയിൻ. അതെല്ലാം തഴവ സ്കൂളിലാണ് പഠിച്ചത്. അതുകൊണ്ട് നാട്ടുകാരെ അറിയാം. എൻ്റെ ടീനേജറുള്ളതാകുന്ന ആളുകളാണ് ഇവിടുത്തെ ചെറുപ്പക്കാരെല്ലാവരും. എല്ലാവരും കൂട്ടുകാരും സുഹൃത്തുക്കളും ഒക്കെയാണ്. അള്ളാഹു ബന്ധം നിലനിർത്തുമാറാവട്ടെ. അതുകൊണ്ട് തന്നെ പരിസരങ്ങൾ അറിയാം. അതുകൊണ്ട് തന്നെ ഹോട്ടലുകളും അറിയാം. നമ്മളിങ്ങനെ ഓരോ ഹോട്ടലിൽ പോകുമല്ലോ, ഏത് ഹോട്ടലിൽ നിന്ന് കഴിക്കാം, ഒക്കെ ഫ്രീ ആണ്. അങ്ങനത്തെ ആഗ്രഹകാരാണ്. അന്നും ഇന്നും എന്നും അങ്ങനെ തന്നെയാണ്. അള്ളാഹു നിലനിർത്തുമാറാവട്ടെ. ആ ബന്ധങ്ങൾ അള്ളാഹു നിലനിർത്തട്ടെ. അപ്പൊ ഒരുപാട് ഹോട്ടലുകളാണ്, ഇഷ്ടം പോലെ, ധാരാളം ഹോട്ടലുകൾ. അള്ളാഹുർക്കൊക്കെ ബറക്കത്ത് ചൊരിയട്ടെ. എല്ലാ കച്ചവടക്കാർക്കും അള്ളാഹു ബറക്കത്ത് ചൊരിയുമാറാവട്ടെ. ഒരു കാര്യം അറിയാം, റിസ്ക് എന്ന് പറഞ്ഞാൽ കേവലം ഭക്ഷണം മാത്രമല്ല. വീട്, വാഹനം, ഭക്ഷണം എല്ലാം. ഒരു മനുഷ്യൻ എന്തൊക്കെ വേണോ അവന്റെ ജീവിതത്തിൽ
ജീവിതത്തിൽ അനിവാര്യമായ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തുന്നതാണ് റിസ്ഖ് എന്ന് പറയുന്നത്. അള്ളാഹു പറയുന്നു, റിസ്ഖ് നിങ്ങൾക്ക് വേണോ? നിങ്ങൾക്ക് വേണമെങ്കിൽ നിസ്കാരം നിങ്ങൾ മുറമൂലം നിർവഹിക്കും. നമുക്ക് നിങ്ങളുടെ ഒരു ആയത്ത് ഓതിത്തരാം, ശരിക്കും ശ്രദ്ധിക്കണേ. സൂറത്തു ത്വാഹ. ശ്രദ്ധിക്കുന്നുണ്ടോ എല്ലാവരും? ഒന്ന് കൈയുയർത്തിക്ക് എല്ലാവരും, വലത്തേക്ക് നോക്കട്ടെ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ക്ഷീണം ഉണ്ടെന്ന് തോന്നുന്നു. ക്ഷീണമുണ്ടോ? ഇല്ല. ഹാജിയാർ കൊണ്ടതൊന്നും എഴുന്നേക്കുന്നില്ല. നമ്മുടെ അലുവ അല്ലേ അത്? അതെ, പറഞ്ഞ പണ്ട് മുമ്പറ വരെ പോയി രാത്രി പോയി അലുവ ഇന്നലെ വരുവാ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ശ്രദ്ധിക്കുക, അള്ളാഹു കബൂലാക്കുമാറാവട്ടെ. ഞാൻ വെറുതെ പറഞ്ഞല്ല കേട്ടോ, മൂപ്പർക്ക് മുമ്പ് ഒരുപാട് പരിപാടി ഇപ്പൊ ഉണ്ടെന്ന് അറിയില്ല. ഇപ്പൊ ഇല്ല. അള്ളാഹു ബർക്കത്ത് ശരിയട്ടെ. അദ്ദേഹത്തിന്റെ മക്കളൊക്കെ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചവരൊക്കെയാണ്. അള്ളാഹു കബൂലാക്കുമാറാവട്ടെ. ഇവിടെ ശ്രദ്ധിക്കും. بسم الله الرحمن الرحيم ولا تمدن عينيك إلى ما متعنا به أزواجا منهم زهرة الحياة الدنيا لنفتنهم فيه ورزق ربك خير وأبقى وأمر أهلك بالصلاة واصطبر عليها لا نسألك رزقا نحن نرزقك والعاقبة للتقوى. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്, വലാ തമുദ്ദന്ന ഐനൈക ഇലാ മാ മത്തഅനാ ബിഹി അസ്വാജം മിൻഹും. ഈ ദുനിയാവിൽ അല്ലാഹു നൽകിയിരിക്കുന്നതായ അനുഗ്രഹങ്ങൾ, ജനങ്ങൾക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ കണ്ടുകൊണ്ട് നിന്റെ കണ്ണ് അതിലേക്ക് പായിക്കണ്ട. ദുനിയാവിൽ അല്ലാഹു അമ്പരചുംബികളായ മണിമേടകൾ ചിലർക്ക് കൊടുത്തിട്ടുണ്ട്, അല്ലേ? നമ്മുടെ നാട്ടിൽ തന്നെ എത്രയോ ആളുകൾ അങ്ങനെ ധനികരായ ആളുകളുണ്ട്. നല്ല വീട്, സമ്പാദ്യം, വാഹനം ഒക്കെ അള്ളാഹു കൊടുത്തു, വാരിക്കൊരു കൊടുത്തു. അവനേക്കാൾ കിട്ടൽ ഒരു പക്ഷേ നമുക്കായിരിക്കാം ഏറ്റവും ബന്ധപ്പെട്ടത്. പക്ഷെ എന്തോ പടച്ചറമ്പ് അവന് കൊടുത്തു. അങ്ങനെ ഉണ്ടല്ലോ, ചിലപ്പോൾ വലിയ വിവരമൊന്നും ഉണ്ടാവൂല, പക്ഷെ ആള് ഭയങ്കര സമ്പന്നനായി. അള്ളാഹു കൊടുക്കുന്നതാണ് അങ്ങനെ. ചില ആളുകൾ അങ്ങനെയാണ്. അങ്ങനെയുള്ള ആളുകളെ കണ്ടിട്ട് നിന്റെ കണ്ണ് അവരിലേക്ക് നീട്ടണ്ട. അതിന്റെ അർത്ഥം എന്താ? നീ ദുനിയാവിന്റെ പുറകെ പോകണ്ട. ഖുർആൻ പറയാൻ എന്തിനാണ് അള്ളാഹു അത് അവർക്ക് കൊടുത്തത്? അവർക്ക് അള്ളാഹു അത് നൽകിയത് പരീക്ഷണമാണ്. സമ്പത്ത് അവർക്ക് അധികരിക്കുന്നത് ആഖിറത്തിൽ വലിയ പരീക്ഷണമാണ്. അവർക്ക് ആഖിറത്തിൽ അതുകൊണ്ട് തീരാ പണക്കാരായ ആളുകൾക്ക് അദാബ് കൂടും. മനസ്സിലാക്കണം. നമ്മൾ പണം കിട്ടണേ എന്ന് ഒരിക്കലും ദ്വാരക്കരുത്. എന്താ കാരണം? ദാ ഒരു ഹദീസ് ഇടയിലൊന്ന് ഓതുകയാണ്, ശരിക്കും ശ്രദ്ധിക്കണം. യദ്ഖുലു ഫുഖറാഉൽ മുസ്ലിമീൻ ഖബലൽ അഗ്നിയാഇ ബിനിസ്ഫി നബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, പാവപ്പെട്ടതാകുന്ന ജനകോടികൾ സ്വർഗത്തിലേക്ക് കടക്കുന്നതിന് അര ദിവസം മുമ്പ് തന്നെ വിചാരണ കഴിഞ്ഞ് പാവപ്പെട്ടതാകുന്ന മുഅ്മിനീങ്ങൾ, പാവപ്പെട്ടതാകുന്ന ജനകോടികൾ അവർ സ്വർഗത്തിലേക്ക് കടക്കുമത്രേ. പണക്കാരായ ആളുകളെ വിചാരണ ഇടുന്നതിന് മുമ്പ് അര ദിവസം മുമ്പ് തന്നെ പാവപ്പെട്ടവന്റെ വിചാരണ കഴിഞ്ഞ് പാവപ്പെട്ടവർ മുഴുവനും സ്വർഗത്തിൽ കടക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. പണക്കാരായ ആളുകൾക്കല്ല ആദ്യം ഹിസാബ്. ആദ്യം മഹ്ശറിൽ ഹിസാബ് ആരുടെയാണ്? പാവപ്പെട്ടവന്റെ. അതുപോലെ പണക്കാരെന്ത് ചെയ്യണം? ഒന്നുമില്ല, വെയിൽ കൊണ്ട് അങ്ങനെ നിൽക്കലേന്, വേറെ ഒന്നുമില്ല. കത്തിച്ചൊരിക്കുന്ന സൂര്യൻ തലയ്ക്ക് മീതെ എങ്ങനെ നിൽക്കാൻ? കത്തിയാളുന്ന നരകം 3000 വർഷം നിരന്തരമായി കത്തിക്കപ്പെട്ട നരകത്തെ നിർത്തിയിരിക്കുന്നു. അവിടെ ഇരുന്ന് ഉരുകി തീരുക. പാവപ്പെട്ടവർ വിളിക്കും, ബാബാ വരെ അങ്ങോട്ട് മാറിക്ക്, നീ മാറിക്ക്. പാവപ്പെട്ടവരെ മാത്രമാണ് വിളിക്കുക. ഹദീസാണ്, യദ്ഖുലു ഫുഖറാഉൽ മുസ്ലിമീന ഖബലൽ അഗ്നിയാഇ ബിനിസ്ഫി യൗം. പാവപ്പെട്ടതാകുന്ന ജനകോടികൾ പണക്കാരാകുന്ന ആളുകൾക്ക് അര ദിവസം മുമ്പ് സ്വർഗത്തിൽ കടക്കുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. അല്ലാഹുമ്മ ജഅൽനാ മിൻഹും. അല്ലാഹു അക്കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്, നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അല്ലെങ്കിൽ അദാബാണ്.
അര ദിവസമല്ലേ ഉസ്താദെ, ദിവസമൊക്കെ പെട്ടെന്ന് പോകും. ഞങ്ങളിവിടെ മൊബൈലിനകത്ത് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്കൊക്കെ നോക്കി സമയം കളയുന്നത് തന്നെ. ഒരു ദിവസത്തെ നോമ്പൊക്കെ എത്ര ദിവസമാണ്, ഒരു വിഷയമില്ല. അര ദിവസം എന്ന് പറഞ്ഞാൽ ദുനിയാവിൽ അര ദിവസം അല്ല, മഹ്ശറയിൽ. سأل سائل بعذاب واقع للكافرين ليس له دافع من الله ذي المعارج تعرج الملائكة والروح إليه في يوم كان مقداره 50,000 سنة. ആഖിറത്തിലെ ഒരു ദിവസം എന്ന് പറയുന്നത് ദുനിയാവിലെ 50,000 വർഷമാണ്. في يوم كان مقداره 50,000 سنة. തലവായിലുള്ള പ്രിയപ്പെട്ട മുസ്ലിമേ, മുസ്ലിമത്തെ, ഒരുമിച്ച് ഓടിയിട്ടുള്ള പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, ചിന്തിക്കണേ, ചിന്തിക്കണേ. ദുനിയായിലെ 50,000 കൊല്ലമാണ്. നാളെ മഹ്ശറയിലെ ഒരു ദിവസം എന്ന് പറയുമ്പോ അവിടുത്തെ അര ദിവസം എന്ന് പറയുന്നത് 25,000 വർഷമാ. ദുനിയാവിലെ 25,000 കൊല്ലമാ. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. എത്ര നാളാ ഇവിടെ ജീവിച്ചത്? 25, 30, 40, 50, 60, 70, മാക്സിമം 100 വർഷം ജീവിച്ചതിന്റെ ഹിസാബിടാൻ പണക്കാരനായ വ്യക്തി പാവപ്പെട്ടവൻ സ്വർഗത്തിൽ കടക്കുന്നവരെ കാത്തു നിൽക്കണം. അര ദിവസം സമയമെടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അഥവാ 25,000 വർഷം ദുനിയാവിൽ എടുക്കുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. മഹ്ശറയിൽ നിൽക്കണം, ചെറിയ കാര്യമല്ല. മഹ്ശറ എന്ന് പറഞ്ഞാൽ 50,000 വർഷമാണ്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അതുകൊണ്ട് വേഗം പോകണം, അവിടെ നിൽക്കണം. എന്താ വേണ്ട? വേഗം ഹിസാബ് ഇടണം. അതുകൊണ്ട് എന്ത് ദ്വാരുന്നോണം? പാവപ്പെട്ടവനാക്കണേന്ന് കരുതണം. 3 കാറ്റഗറിയാ ഉള്ളത്. ഒന്ന് ഫഖീർ, മറ്റൊന്ന് മിസ്കീന്, മൂന്നാമത്തത് ഗനീ. ഇത് പഠിച്ചു വെക്കേണ്ടതാ. ഫഖീർ എന്ന് പറഞ്ഞാൽ എപ്പോഴും യാചിച്ചുകൊണ്ട് നിൽക്കുക. ആരെങ്കിലും ഒരാളെ കണ്ടാൽ മതി, ഇങ്ങനെ ചോദിച്ചുകൊണ്ട് നടക്കാം. അതാണ് ഫഖീർ. അള്ളാഹു കൂട്ടത്തിൽ നമ്മളെ കാക്കുമാറാവട്ടെ. വിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെറുത്ത ഒരു കൂട്ടരാണ്. വിസല്ലല്ലാഹുവിന് ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ നിബിധങ്ങൾ എപ്പോഴും അതിനെ തൊട്ട് കാവൽ തേടുകയാണുണ്ടായത്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഫഖ്രി വൽ ഫാഖാ. അല്ലാഹുവേ, ദാരിദ്ര്യത്തെ തൊട്ട്, ഇല്ലായ്മയെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ അല്ലാഹ്. എപ്പോഴും ദ്വാരക്ക് തവാഫ് ചെയ്യുന്ന വേളയിൽ വരെ ആ ദുആ ഉണ്ട്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഫഖ്രി വൽ ഫാഖാ. ഇല്ലായ്മത്തരവും ദാരിദ്ര്യവും വലിയ വിഷയമാണ്. ദാരിദ്ര്യം ഒരു മനുഷ്യനെ കൊണ്ടുപോയി വ്യഭിചാരത്തിലേക്ക് എത്തിക്കും. ഒരു പെണ്ണ് വ്യഭിചരിക്കാൻ വരെ കാരണമായി തീരുമെന്ന്. വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടായിരുന്നു പറഞ്ഞാൽ അരിയില്ല, പട്ടിണിയാണ്, മുഴുപ്പട്ടിണി. അല്ലാഹു മലക്കാക്കുമാറാവട്ടെ. അന്നുള്ള കാര്യം അടുത്ത വക്കത്ത് പോലും കഴിയാനില്ല. അപ്പൊ പിന്നെ എന്ത് ചെയ്യാണ്? തുണി അഴിക്കുകയാണ്, വ്യഭിചരിക്കാൻ ഇറങ്ങിത്തിരിക്കും. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അങ്ങനെയുള്ള ആളുകളാണ് മതം മാറി ചവിട്ടുന്ന ആളുകൾ. കണ്ടിട്ടില്ലേ ചില ആളുകളെ ഒറ്റച്ചാട്ടാൻ. കാരണം എന്താ? ഈ മതത്തിൽ നിന്നിട്ട് കാര്യമില്ല, വേറെ ഏതെങ്കിലും മതത്തിലേക്ക് പോകാം. അവിടെ ആകുമ്പോൾ വീട് വെച്ചേരും, കാറ് വെച്ചേരും, പെണ്ണും കിട്ടും, ഓടും പോകും. അള്ളാഹു നമ്മളെ അക്കൂട്ടത്തിൽ നിന്ന് കാക്കുമാറാവട്ടെ. രണ്ടാമത്തതാണ് മിസ്കീൻ. മിസ്കീൻ എന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവൻ, ദരിദ്രനല്ല, പാവപ്പെട്ടവൻ. അത് നല്ല കാറ്റഗറിയാണ്. അതാണ് നമുക്കൊക്കെ വേണ്ട കാറ്റഗറി എന്ന് പറഞ്ഞാൽ അല്പാൽപ്പം കാര്യങ്ങൾ നടന്നു പോകും. ഇപ്പൊ ഇന്നത്തെ ചുറ്റുപാട്, ഇന്നത്തെ എന്താ വല്ലതും കഴിച്ചിട്ടുണ്ട്, നാളെ എന്താ അല്ലാഹു ആയാലും. നാളത്തെ കാര്യം വലിയ നീക്കുപോക്കൊന്നും ഇല്ലാത്ത ആളാണ്. ബാങ്ക് ബാലൻസ് ഒന്നുമില്ല, അത്യാവശ്യം കാര്യങ്ങൾ നടന്നു പോകും. അതാണ് മിസ്കീന്. ഖുർആനിൽ ഈ മിസ്കീന് കൊടുക്കുന്നതിനെയാണ് വല്ലാതെ പ്രേരിപ്പിച്ചത്. നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് ആളുകൾ അങ്ങനെയുണ്ട്. മുഅല്ലിമീങ്ങളിലുണ്ട്, മുദരിസീങ്ങളിലുണ്ട്, ആലിമീങ്ങളിലുണ്ട്, ഉമറാക്കളിലുണ്ട്, സാധാരണക്കാരിലുണ്ട്. എല്ലാവരും ഈ മിസ്കീന്റെ അഹ്ലുകാരുണ്ടാവും. അവരാൾക്കാരുടെ മുന്നിൽ പോയിട്ട് ഇങ്ങനെ യാചിക്കൊന്നുമില്ല. അവർക്കിപ്പോൾ വീട് വെച്ച് കിട്ടാൻ അല്ലെങ്കിൽ സാമ്പത്തികമായി പ്രതിസന്ധിയുള്ള ആളുകളുണ്ടാവും. കടം കൊണ്ട് വലയാൻ, പക്ഷെ ഒരാളെ മുന്നിൽ പോയി യാചിക്കൂല. അഭിമാനക്ഷതം പൈന്നിട്ട് നിലകൊള്ളും. നമ്മുടെ സമൂഹത്തിൽ 80% അക്കൂട്ടരാണ്. അത് പ്രത്യേകം മനസ്സിലാക്കണം. അഥവാ ഇപ്പോൾ ഒരാൾ, ഇപ്പൊ ഞാൻ ഈ മജ്ലിസ് കഴിഞ്ഞിട്ട് ഉദാഹരണം പറയാൻ, നമ്മളൊരു 100 റുപ്യ വെച്ച് ഇങ്ങനെ കൊടുക്കാണ് ഇവിടെ. അപ്പൊ അത് വാങ്ങാൻ തയ്യാറാവൂല അയാൾ. ആര് പറയുന്നത്? മിസ്കീനാണെങ്കിൽ ഇങ്ങനെ കൊടുക്കുന്നത് കണ്ടാൽ പോലും, നമ്മുടെ പള്ളിയുടെ വാതിക്ക് ഒരാൾ എന്നിട്ട് ഇങ്ങനെ ദാനധർമ്മം ചെയ്യാം കണ്ടാൽ പോലും അയാൾ വെക്ക് അപ്പുറത്തൂടെ അങ്ങോട്ട് പോകും. മിസ്കീൻ അങ്ങനെയാണ്. മിസ്കീന്റെ സ്വഭാവം അതാണ്. ഫക്കീർ അങ്ങനെയല്ല. നേരത്തെ സൂചിപ്പിച്ച ദരിദ്രൻ അങ്ങനെയല്ല. അവൻ അവിടെ വന്നിട്ട് നേരത്തെ അവിടെ 100 റുപ്യ കൊടുക്കുന്നുണ്ടല്ലോ, ഞാൻ അപ്പോഴത്തേക്കും ചെരുപ്പിടാൻ പോയാലും ചെരുപ്പിടാൻ നേകുന്നവർ
തീർന്നിട്ടുണ്ടാവും, എന്നാലും ചോദിക്കും. അതാണ് ദരിദ്രൻ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? മിസ്കീൻ അങ്ങനെയല്ല. മിസ്കീൻ ചോദിക്കില്ല, അയാളങ്ങ് ആ വഴിക്ക് പോകും. അയാളുടെ കയ്യിലോട്ട് ആരെങ്കിലും പൈസ വെച്ച് കൊടുത്താൽ കണ്ണ് രണ്ടും നിറയും, കണ്ണിങ്ങനെ നിറഞ്ഞു തുളുമ്പും. കാരണം അയാൾക്കൊരു ജാള്യതയാണ്, വാങ്ങാതിരിക്കാനും പറ്റൂല, ആവശ്യക്കാരനാണ്. നമ്മൾ രഹസ്യമായിട്ട് കൈവച്ച് ഇങ്ങനെ കൊടുക്കുകയാണ്, ആചാര്യ ഇത് വെച്ചോ കുഴപ്പമില്ല, നിങ്ങളുടെ കാര്യങ്ങൾ നടക്കട്ടെ എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ അയാളെ മനസ്സ് വിങ്ങി പൊട്ടിയിട്ട് കണ്ണ് രണ്ടും നിറയും. കാരണം മക്കളുണ്ട്, കുടുംബമുണ്ട്, ഒരാൾ നോക്കുന്നില്ല, പ്രയാസത്തിൽ പ്രതിസന്ധിയിലാണ്, വളരെയേറെ ബുദ്ധിമുട്ടും പ്രയാസം നിൽക്കാണ്. അത് കണ്ടറിഞ്ഞിട്ട് ഇയാൾ തന്നതാകുന്ന ഒരു 500 റുപ്യാണ്, അത് കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു 1000 റുപ്യാണ്, അത് കാണുമ്പോൾ കണ്ണ് നിറയും. അതാണ് മിസ്കീൻ. നല്ലൊരു മനുഷ്യന്റെ ലക്ഷണമാണ്. അയാൾക്ക് ആ മനസ്സിന് ഭയങ്കര റാഹത്താണ്, അയാൾക്ക് കൊടുക്കണമെന്നാണ് വിശുദ്ധ ഇസ്ലാം പറയുന്നത്. അപ്പൊ ഫക്കീറിന് കൊടുക്കണ്ടേ? നിർബന്ധമായിട്ട് കൊടുക്കണം. യാചകന് നീ കൊടുക്കണം. വലൗ ജാഅ അലാ ഫറസിൻ, ഒരു കുതിരപ്പുറത്താണ് വന്നതെങ്കിലും കൊടുക്കണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ എന്ന് പറഞ്ഞാൽ നല്ല കമനീയമായൊരു വണ്ടി. അന്ന് കുതിര, ഇന്നിപ്പോ ഒരു വലിയ വാഹനം, ഒരു BMW ഒരാൾ ഇങ്ങോട്ട് വന്ന് ഇറങ്ങിയെന്ന് പറയാൻ ഒരു 500 രൂപ അന്ന് പറഞ്ഞ് യാചിച്ചാൽ പോലും ഇവിടെ വണ്ടി നോക്കിയിട്ടുണ്ട്, ഇത്രയും വലിയ കൂടിയ വണ്ടിയിലാണ് വന്ന് ഇരുന്നിട്ട് അവൻ ഏത് വണ്ടിയിൽ വരട്ടെ, വന്ന് യാചിക്കുന്നുണ്ടോ അമ്മസായില ഫലാ തൻഹർ, യാചകനെ വിരട്ടാൻ പാടില്ല, അവനുള്ളത് കൊടുത്തേക്ക് എന്ന് നബി മുഹമ്മദ് മുസ്തഫ. അതേസമയത്ത് മിസ്കീനായിട്ടുള്ള ആളുകളുണ്ടാവും. അങ്ങനത്തെ ആളുകളെ കണ്ടെത്തി നമ്മൾ അങ്ങോട്ട് പോയി കൊടുക്കണം. കാരണം അഭിമാനത്തിന് ശതം വന്ന് നിൽക്കാണ്, അവർ മറ്റൊരാളുടെ മുന്നിൽ കൈനീട്ടൂല. അവർക്ക് അങ്ങോട്ട് നമ്മൾ കണ്ടറിഞ്ഞ് ചെയ്താൽ അത് നമുക്ക് ദുനിയാവിലും ഗുണമാണ്, ആഖിറത്തിലും ഗുണമാണ്. റജബ് എന്ന വാക്കിലെ ജീം എന്ന് പറയുന്നത് ജൂദ്, ധർമ്മത്തെ സൂചിപ്പിക്കുന്നതാണ്. ഈ മാസത്തിൽ ധർമ്മം ചെയ്യലും ഏറ്റവും അഭികാമ്യമായ മാസം കൂടിയാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ടല്ലേ മിസ്കീനെ കുറിച്ച് ഖുർആനിൽ കൂടുതൽ സ്ഥലത്തിൽ പറഞ്ഞത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലിക്കല്ലദീ യദുഉൽ യതീം വലാ യഹുല്ലു അലാ തുആമിൽ മിസ്കീൻ ويطعمون الطعام على حبه مسكينا ويتيما وأسيرا فلاقتحم العقبة وما أدراك ما العقبة فك رقبة أو إطعام في يوم ذي مسغبة يتيما ذا مقربة أو مسكينا ذا متربة. അഭിമാനശതം ഭയന്ന് നിലകൊള്ളുന്നതായ പാവപ്പെട്ട മിസ്കീനിനെ നൽകണേ നൽകണേ, വലിയ കൂലിയാണ് കൂലിയാണ്. അപ്പൊ ഫഖീർ, മിസ്കീന്. മൂന്നാമത്തതാണ് വനിയ്. അതാണ് ഇപ്പൊ പറഞ്ഞത്. വനിയാകാൻ ഒരിക്കലും നമ്മൾ നിൽക്കരുത്. മിസ്കീനാകാനാണ് എപ്പോഴും ദ്വാരക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തതാണ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്യുമായിരുന്നു, അല്ലാഹുമ്മ അഹ്യിനി മിസ്കീനാ വഅമിതിനി മിസ്കീനാ വഹ്ശുർനി ഫീ സുംറത്തിൽ മസാകീർ. അല്ലാഹുവേ, പടച്ച റബ്ബേ, എന്നെ പാവപ്പെട്ടവനായി ജീവിപ്പിക്കണേ അല്ലാ, പാവപ്പെട്ടവനായി മരിപ്പിക്കണേ അല്ലാ, പാവപ്പെട്ടവരോടൊപ്പം എന്നെ മഹ്ശറയിൽ പുനർജീവിപ്പിക്കണേ അല്ലാ. നമ്മുടെ ദുആവും അതാകണം, നമ്മുടെ ജീവിതവും അതാവണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നാളേക്ക് വലിയ സൂക്ഷിപ്പൊന്നുമില്ല, കാര്യങ്ങൾ നടന്നു പോയാൽ മതി. കാരണം എന്താ, മറ്റുള്ളതൊന്നും നമുക്ക് അങ്ങോട്ട് ഗുണപ്പെടൂല. ലോട്ടറി അടിച്ചവനൊക്കെ അന്നും ഇന്നും അങ്ങനെ തന്നെയാണ്, കച്ചയടിച്ചിട്ടില്ല. ലോട്ടറി അടിച്ച് ആരെങ്കിലും അറിഞ്ഞാൽ തന്നെ അവന്റെ വീട്ടിൽ പിന്നെ ഇത്തിക്കാഫാണ്. മസ്ജിദുൽ ഹറാമിലും മസ്ജിദുൽ നബവിയിലൊന്നും അല്ല ഇത്തിക്കാഫ്, പിന്നെ അവന്റെ വീട്ടിലാണ്. അപ്പൊ കണ്ടില്ലേ, ഇപ്പൊ ലോട്ടറി അടിക്കുന്നവരാരെങ്കിലും മിണ്ടുന്നുണ്ടോ? അക്ഷരം മിണ്ടുന്നില്ല. അടുത്തിരിക്കുന്ന ഏറ്റവും അടുത്ത കൂട്ടുകാരനോട് പോലും പറയില്ല. കാരണം പറഞ്ഞപ്പെട്ട് അവന്റെ വീട്ടിൽ അവന്റെ മയ്യത്ത് നിസ്കരിക്കും. ഉള്ള ബന്ധവും കൂടി പോവാൻ. അള്ളാഹു നമ്മളെ കാക്കുമാറവൻ. ഓട്ടോ അടിക്കാൻ പ്രോത്സാഹിപ്പിക്കുകയല്ല, മറിച്ചെന്താ, അതിനുവേണ്ടി നിലകൊള്ളണ്ട. അതുകൊണ്ടൊന്നും ഒരു ബറക്കത്തില്ല. പണ്ട് ഓട്ടോ ഓടിച്ചുകൊണ്ടിരുന്നവൻ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരുന്നവൻ അവന് ഇത് ഇന്നത് കിട്ടി, ലോട്ടറി കിട്ടി, എന്നാലും അവൻ ആ പഴയ പണിക്കേണ്ട പോവാണ്. കാരണം അതിനൊരു ഗുണമില്ല, ഒരു ഖൈറില്ല, ഒരു ബറക്കത്തില്ല. കാലാകാലം ഒരു ശാശ്വതമാകുന്ന ഒരു വരുമാനമായിട്ട് അതിനെ കണക്കാക്കാൻ പറ്റൂല. അത് ഖൈറല്ലാത്ത പണമായതുകൊണ്ടാണ്.
ലോട്ടറി അടിക്കുന്ന ആളുകൾ പലിശയുമായി ബന്ധപ്പെട്ട് ജീവിതം നയിക്കുന്ന മുസ്ലിമീങ്ങൾ പഠിച്ചു വെച്ചോ, അതുകൊണ്ട് യാതൊരു ഖൈറുമില്ല. ഇന്നല്ലാഹ ഹറമ റിബ, പടച്ച റബ്ബ് പരിപൂർണമായി നിഷിദ്ധമാക്കിയതാണ് പലിശ. അതുമായി ബന്ധപ്പെട്ട ജീവിതം മുസൽമാൻ യോജിച്ചതല്ല. ഇന്ന് നമ്മുടെ നാട്ടിൽ സാമ്പത്തികത്തിന്റെ അച്ചുതണ്ട് തകർക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ തഴവ എന്ന ഗ്രാമത്തിൻ്റെതാകുന്ന മിക്ക ഭാഗങ്ങളിലും സഹോദരങ്ങൾ മുസ്ലിമീങ്ങൾ ഒരുപാട് ആളുകൾ പലിശയുമായി ബന്ധപ്പെട്ട ജീവിതം നയിക്കുന്നു എന്ന് ഞാൻ തുറന്നു പറയുകയാണ്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഉണ്ട്, ധാരാളം ആളുകളുണ്ട്. രഹസ്യമാണത്, വലിയ പരസ്യമൊന്നുമല്ല. രഹസ്യമായിട്ട് എല്ലാവരും ഇതുമായിട്ട് ഇങ്ങനെ കണക്ഷൻ ഉണ്ട്. വലിയ അപകടമാണ്. അതുകൊണ്ട് എന്തായി, സാമ്പത്തിക മേഖലയിൽ അങ്ങോട്ട് ക്ലച്ച് പിടിക്കുന്നില്ല, അങ്ങോട്ട് കയറാൻ പറ്റുന്നില്ല. ഇന്നല്ലാഹ ഹറമ റിബ, അല്ലാഹു പലിശയെ നിഷിദ്ധമാക്കിയത്. ആ നിഷിദ്ധമാക്കിയ പണം നമ്മുടെ കൈകളിലേക്ക് വന്നപ്പോ ഉണ്ടായിരുന്നതാകുന്ന ഹലാലായ സമ്പത്ത് കൂടി ഹറാമായി പോയി, ഉള്ളതുകൂടി തകർന്നു. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. ഒന്ന് ശുദ്ധികലശം നടത്തേണ്ട മാസമാണിത്. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുർആൻ ഓതിക്കൊണ്ട് പറയുകയാണ്, വലാ തമുദ്ദന്ന ഐനൈക ഇലാ മാ മത്തഅനാ ബിഹി അസ്വാജം മിൻഹും സഖറത്തൽ ഹയാത്തി ദുനിയാ ലിനഫ്തിനഹും ഫീഹി. ദുനിയാവിൽ അമ്പരചുംബികളായ മണിമേടകൾ വെച്ചുകൊണ്ട് ഉല്ലസിക്കുന്നതായ ജനങ്ങളെ കണ്ടുകൊണ്ട് നിന്റെ കണ്ണ് നീട്ടരുതേ, അതിലേക്ക് പോകരുതേ. അവർക്ക് അല്ലാഹു നൽകിയിരിക്കുന്നതായ സമ്പത്തും അവർക്ക് നൽകിയ ആർഭാട ജീവിതവുമൊക്കെ പരീക്ഷണമാണ്, പരീക്ഷണമാണ്. ദുന്യവിയായ ജീവിതം തന്നെ അല്ലാഹു ആഖിറത്തിൽ ആര് കൊയ്തെടുക്കുമെന്നുള്ള പരീക്ഷണത്തിന് അല്ലാഹു നൽകിയതാണ്, നൽകിയതാണ്. വരിസുഖു റബ്ബിക ഖൈറുൻ വഅബ്ഖാ. നിന്റെ റബ്ബ് നിനക്ക് നൽകുന്ന റിസ്ക്, നിന്റെ റബ്ബ് നിനക്കൊരു വീട് നൽകാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് എങ്കിൽ, ഒരു വാഹനം നൽകാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് എങ്കിൽ, ജീവിതത്തിന് സഖിയായി തുണയായി എല്ലാം നിനക്കും ഉയർച്ച അല്ലാഹു നിനക്ക് ഉദ്ദേശിച്ചിട്ടുണ്ട് എങ്കിൽ അതാണ് ഏറ്റവും കരണീയം കേട്ടോ. വഅബ്ഖാ, ഏറ്റവും ശാശ്വതത്വം നിലകൊള്ളുന്നതും അത് തന്നെയാണ്, അത് തന്നെയാണ്. അല്ലാഹു നിനക്ക് സമ്പത്ത് നൽകുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ശാശ്വതത്വമുള്ളത്. അത് മനസ്സിലാക്കണം. എന്നിട്ട് അല്ലാഹു പറയാണ്, എന്താണ് ആ ശാശ്വതത്വം കിട്ടുന്നതിന് ഉപകരിക്കുന്ന അമല് തൊട്ടുടനെ പറയാ. ദാ ശ്രദ്ധിക്കണേ, ദാ ശ്രദ്ധിക്കേണ്ട വാക്ക്. വഅമുർ അഹ്ലക ബിസ്സലാ, നീ നിന്റെ കുടുംബത്തോട് നിസ്കാരം കൊണ്ട് കൽപ്പിക്കണേ, നിസ്കാരം കൊണ്ട് കൽപ്പിക്കണേ. വഅമുർ അഹ്ലക ബിസ്സലാ വസ്തബിർ അലൈഹാ. നീ നിസ്കരിച്ചാൽ മാത്രം പോരാ, നിന്റെ കുടുംബത്തോട് നിസ്കാരം കൊണ്ട് കൽപ്പിക്കണേ, അതിന്റെ മേൽ പരിപൂർണമായി ശമിച്ച് നിൽക്കണേ. വഅ്മുർ, നീ കൽപ്പിക്കണം. ആരോട്? അഹ്ലക, നിന്റെ കുടുംബത്തോട്. ഒരാൾ നിസ്കാരം കണ്ട് കൽപ്പിക്കണമെങ്കിൽ ആ നിസ്കാരം അവനിൽ ഉണ്ടാവണം. അതുറപ്പല്ലേ? അതഅ്മുറൂനന്നാസ ബിൽ ബിർ വതൻസൗന അൻഫുസകും. നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തെ മറന്നിട്ടാണോ നാട്ടുകാരോട് തോന്നുന്നത് എന്ന് ഖുർആൻ ചോദിക്കുന്നുണ്ട്. അപ്പൊ ആദ്യം ഒരു നന്മ ചെയ്യണമെങ്കിൽ ആ നന്മ ആരിൽ ഉണ്ടാവണം? നമ്മളിൽ ഉണ്ടാവണം. അപ്പൊ വാപ്പ ഗൃഹനാഥൻ മക്കളോട് നിസ്കാരം കൊണ്ട് കൽപ്പിക്കണമെങ്കിൽ വാപ്പ നിസ്കരിക്കുന്നവനാവണം, എങ്കിലേ കൽപ്പന വരുള്ളൂ. അതുകൊണ്ട് ഖുർആൻ അത് പറഞ്ഞില്ല. കാരണം അതെന്തായാലും വേണം, സ്വന്തമായി നിസ്കാരം എന്തായാലും വേണം. നിസ്കരിച്ചാൽ മാത്രം പോരാ. നമ്മൾ പള്ളിക്കകത്തിരുന്ന് ഇഅ്തികാഫിരുന്ന് നിസ്കരിച്ചു ഖുർആൻ ഓതി വിക്ർ ചൊല്ലി സലാത്ത് ചൊല്ലി ഞാൻ ഖത്മ് തീർത്തവനാണ്, ഞാൻ ഖുർആൻ ഓതുന്നവനാണ്, ഞാൻ ലക്ഷക്കണക്കിന് സലാത്ത് ചൊല്ലുന്നവനാണെന്ന് പറഞ്ഞാൽ ആഖിറത്തിൽ രക്ഷപ്പെടാൻ പറ്റൂല. നീ രക്ഷകർത്താവാൻ, നിന്റെ പ്രിയപ്പെട്ട മക്കളുടേതാകുന്ന രക്ഷ നിന്റെ കൈകളിലാണ്. അവർക്ക് ദുന്യവിയായ രക്ഷയും കൊടുക്കണം, നരകത്തിൽ നിന്നുള്ള മോചനപത്രവും നീ കൊടുക്കണം. യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. നീ നിന്റെ സ്വന്തത്തെയും കാത്തു സംരക്ഷിക്കണം, നിന്റെ കുടുംബത്തെയും നീ കാത്തു സംരക്ഷിക്കണം കത്തിച്ചൊരിക്കുന്ന നരകത്തിൽ നിന്ന് എന്നാണ് ഖുർആൻ പറഞ്ഞത്. അപ്പൊ നീയും നിന്റെ സ്വന്തത്തെ കാക്കണം, നിന്റെ കുടുംബത്തെയും കാക്കണം. അതിനെന്ത് വേണം? കുടുംബത്തോട് നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം. അഹ്ലി എന്ന് പറഞ്ഞാൽ അതിന് ഫൗണ്ടേഷൻ ഇട്ടത് ആദ്യമായി മലക്കുകളാണ്. മനുഷ്യരുടെ കൂട്ടത്തിൽ നിന്ന് അതിന് ഫൗണ്ടേഷൻ ഇട്ടത് സയ്യിദുന ആദം നബി അലൈഹിസ്സലാമാണ്.
ആദം നബി അലൈഹിസ്സലാം അതിന് ഫൗണ്ടേഷൻ ഇട്ടു. 40 കൊല്ലങ്ങൾക്ക് ശേഷം ബഹുമാനപ്പെട്ടവർ രണ്ടാമതായി ഒരു പള്ളിക്ക് ഫൗണ്ടേഷൻ ഇട്ടു. അതാണ് ജെറുസലേമിലെ ഫലസ്തീനിലെ മസ്ജിദുൽ അഖ്സ എന്ന് നാം ഓരോരുത്തരും തിരിച്ചറിയണം. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, നബിയേ അയ്യു മസ്ജിദിൻ വദിഅ ഫിൽ അർളി അവ്വലു, ലോകത്ത് ആദ്യമായി എടുക്കുന്ന പള്ളി ഏതാണ്? അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി ലോകത്ത് ആദ്യമായി നിർമ്മിക്കപ്പെട്ടതായ പള്ളി ഏതാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു ചോദിക്കുമ്പോൾ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വ്യക്തമായി മറുപടി നൽകുകയാണ്, അൽ മസ്ജിദുൽ ഹറാം, പരിശുദ്ധമായ മക്കയിലെ പള്ളിയാണ് ലോകത്താദ്യമായി നിർമ്മിക്കപ്പെടുന്നത്. ثم أي يا رسول الله, രണ്ടാമത് ഏതാണ് റസൂലേ? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, അൽ മസ്ജിദുൽ അഖ്സ, രണ്ടാമതായി ലോകത്ത് പണിയപ്പെടുന്നതായ പള്ളി അത് മസ്ജിദുൽ അഖ്സയാണ്, ഫലസ്തീനിലെ ശ്രേഷ്ഠമായ പള്ളിയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു ചോദ്യം നിർത്തുന്നില്ല. മൂന്നാമതായി നബി തങ്ങളോട് വീണ്ടും ചോദിക്കുകയാണ്, കംബൈനഹുമാ, ഇത് രണ്ടിനുമിടയിൽ എത്ര വർഷക്കാലമുണ്ടായിരുന്നു റസൂലേ? ഒന്നാമത്തെ പള്ളി പണിത് രണ്ടാമത്തെ പള്ളിക്ക് പണിയാൻ എത്ര കാലങ്ങൾ എടുത്തു ഹബീബേ? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ആദം നബി അലൈഹിസ്സലാമാണ് പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന കഅബയ്ക്ക് ഫൗണ്ടേഷൻ ഇട്ടത്. ശേഷം 40 കൊല്ലത്തിന് ശേഷമാണ് മസ്ജിദുൽ അഖ്സയ്ക്ക് ഫൗണ്ടേഷൻ ഇട്ടത് എന്ന് നബിയുനാ റസൂലുള്ളാഹി 40 സനത, 40 കൊല്ലമാണ്, വർഷമാണ്. അപ്പൊ പരിശുദ്ധമായ കഅബ പണിത് 40 കൊല്ലങ്ങൾക്ക് ശേഷമാണ് മഹാനായ ആദം നബി അലൈഹിസ്സലാം രണ്ടാമതായ ഒരു പള്ളിക്ക് ഫൗണ്ടേഷൻ ഇടുന്നത്. അത് പരിശുദ്ധമാക്കപ്പെട്ടതായ മസ്ജിദുൽ അഖ്സ നിർമ്മിക്കുന്നത് പുണ്യമാക്കപ്പെട്ടതായ ഫലസ്തീനിലാണ്. ലോകത്തെ രണ്ടാമതായി നിർമ്മിക്കപ്പെട്ട പള്ളിയാണത് ഫലസ്തീൻ. ഇന്ന് ചർച്ചയിൽ ലോകമെമ്പാട് ജനങ്ങളുടെ ഹൃദയവും ജനങ്ങളുടേതാകുന്ന കാതും ചർച്ചയും നിലകൊള്ളുന്നതാകുന്ന ഫലസ്തീനി മക്കൾ അള്ളാഹു പരിപൂർണ സംരക്ഷണം നസീബാക്കുമാറാവട്ടെ. ആ നാട്ടിൽ മഹാനായ ആദം നബി അലൈഹിസ്സലാം പണിതതാകുന്ന ഫൗണ്ടേഷൻ ഇട്ട പള്ളിയാണ് മസ്ജിദുൽ അഖ്സ. അറിയണം, ഒരു പള്ളിയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഖിദ്ർ മസ്ജിദ് എന്ന് പറയുന്ന മഹനീയമായ ഒരു പള്ളിയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയിൽ നിലകൊള്ളുമ്പോൾ ലോകത്ത് ആദ്യമായി പടുക്കപ്പെട്ട പള്ളിയെ കുറിച്ച് എന്റെ പ്രിയപ്പെട്ട വിശ്വാസിനികൾ അറിഞ്ഞിരിക്കൽ നല്ലതാണ്. അല്ലാഹു തൗഫീഖ് നസീബാക്കുമാറാവട്ടെ. നാഫിയായ ഇൽമിനെ അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. ലോകത്തെ ഏറ്റവും ആദ്യമായി പണിയപ്പെട്ട പള്ളി അത് വിശുദ്ധമായ കഅബയാണ്. ഏറ്റവും പവിത്രതയുള്ള പള്ളിയും അത് തന്നെയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്ന അവ്വല ബൈതിൻ വദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറകാ വഹുദൻ ലിൽ ആലമീൻ ഫീഹി ആയാതും ബൈനാത് മഖാമു ഇബ്രാഹീം വമാ ദഖലഹു കാന ആമിനാ. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഉറപ്പെടുത്തുകയാണ്, ലോകത്താദ്യമായി അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി അള്ളാഹു നിർമ്മിച്ചതായ ഗേഹമാണ് പരിശുദ്ധമായ കഅബ. മുബാറക, ആ പള്ളിയുടെ പവിത്രത എന്ന് പറയുമോ അത് ബറക്കത്തുള്ളതായ ഗേഹമാണ്, ബറക്കത്തിന്റെ ഗേഹമാണ്.
അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശത്തിൽ നിലകൊള്ളുന്ന പ്രിയപ്പെട്ട മുസ്ലിമേ മുസ്ലിമത്തേ, ബറക്കത്തിനെ ആഗ്രഹിക്കുന്നവരല്ലയോ നമ്മൾ? ഏറ്റവും ബറക്കത്തിന്റെ നിദാനമായി അള്ളാഹു നിർമ്മിച്ചതായ ഗേഹമാണ് വിശുദ്ധമായ കഅബ എന്ന് പരിശുദ്ധമായ ഖുർആൻ, വിശുദ്ധമായ കലാം മുബാറക, ലോകത്തുള്ള സർവർക്കും പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന ആ ഗേഹത്തെ കുറിച്ച് അല്ലാഹു പരിചയപ്പെടുത്തുന്നത് ബറക്കത്തുള്ള ഗേഹമാണ്, ഗേഹമാണ് വിശുദ്ധമായ കഅബ. വഹുദൽ ലിൽ ആലമീൻ. തീർന്നില്ല, ലോകർക്ക് മുഴുവൻ സന്മാർഗത്തിന്റെ ദീപം തെളിക്കുന്നത്, ലോക ജനതയ്ക്ക് മുഴുവൻ സന്മാർഗമാണ്. കേവലം വിശ്വാസികൾക്ക് മാത്രമല്ല, അവിശ്വാസികൾക്കും നിരീശ്വരവാദികൾക്കും യുക്തിവാദികൾക്കും മതമുള്ളവനും മതമില്ലാത്തവനും സർവർക്കും പരിപൂർണമായ ഹിദായത്തിന്റെ വിളക്കമാടമാണ് വിശുദ്ധമായ കഅബ. അതുകൊണ്ടല്ലേ മൈലുകൾക്ക് ഇപ്പുറത്തുള്ള പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന കഅബയിലേക്ക് നാം ഓരോരുത്തരും തിരിഞ്ഞ് നമസ്കരിക്കുന്നത്. ഇന്നും തെക്കേ പള്ളിയിലും ബദർ പള്ളിയിലുമൊക്കെ നമസ്കാരങ്ങൾ നിർവഹിച്ചിട്ടുള്ളതും ഇശാ നമസ്കരിച്ചതും നാം ഏവരും മഗ്രിബ് നമസ്കരിച്ചതും ആ പരിശുദ്ധമാകുന്ന കഅബ കൊള്ളയല്ലയോ? ഇന്ന് വരെ ഒരിക്കൽ പോലും മലമൂത്ര വിസർജനം ആ കഅബ കൊള്ളെ നാം നടത്തിയിട്ടില്ല. പരിശുദ്ധമാക്കപ്പെട്ട കഅബയ്ക്ക് തിരിഞ്ഞുകൊണ്ട് നാം തുപ്പാറില്ല, മലമൂത്ര വിസർജനം നടത്താറില്ല, കാല് നീട്ടിയിരിക്കുക പോലും ചെയ്യാറില്ല. അദബാണ്. പരിശുദ്ധമാകുന്ന കഅബയോടുള്ള ബഹുമാനമാണ്, ആദരവാണ്. അൽഹംദുലില്ലാഹ് വഹുദൽ ലിൽ ആലമീൻ. നിസ്കരിക്കാനും ഖുർആൻ ഓതാനും ദിക്ർ ചൊല്ലാനും സ്വലാത്ത് ഉരുവിടാനും നിന്റെ നാവ് കൊണ്ട് പരിശുദ്ധമാക്കപ്പെട്ട ദീനനുസരിച്ചുകൊണ്ട് സംസാരിക്കാനും നീ പരിശുദ്ധമാകുന്ന ഖുർആൻ മനഃപ്പാഠമാക്കാനും സ്കൂൾ വിദ്യാഭ്യാസം നുകരുന്ന മക്കൾ സ്കൂളിലെ കാര്യങ്ങൾ മനഃപ്പാഠമാക്കാനും എന്ത് കാര്യത്തിനും തിരഞ്ഞെടുക്കുന്നത് പരിശുദ്ധമാകുന്ന കഅബ കൊള്ളെ തിരിയലാണ്. വഹുദൽ ലിൽ ആലമീൻ. ലോകർക്ക് മുഴുവനും സന്മാർഗത്തിൻ്റെതാകുന്ന ദീപം കളിക്കുന്നതായ നഗരമാണ്